ഇന്നെങ്കിലും ആ ചെറുക്കൻ്റെ അടുത്ത് പറയണം കേട്ടോ നീ കമ്മിറ്റഡ് ആന്ന്. ഇന്ന് പബ്ബിൽ വെച്ചാണ് എന്നെ പ്രപ്പോസ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അപ്പൊ പറയാം. അമൽ ഡേവിസ് അവിടെ കിടന്ന് തുള്ളിച്ചാടുമായിരിക്കും. ഓ പിന്നെ ചൽ 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 മേരെ സാത്തി, ഞാനിപ്പോൾ ഹൈദരാബാദിൽ നവലോകപ്പടവുകൾ തേടിയുന്നു. എടീ നമ്മുടെ വാണ്ടർലസിന്റെ കയ്യിൽ ഒരു ബൈനോക്കുലർ ഇല്ലേ? എടാ ജനലിന്റെ അവിടെ നിന്ന് മാറിക്കിട്ട ആൾക്കാർ കാണും. പിന്നെ ആൾക്കാരൂടെ ബൈനോക്കുലർ വെച്ച് നോക്കിക്കല്ലേ കാണാൻ. എന്നാ നീ അഴിച്ചു കാണിക്ക്. കൺമുന്നിൽ തിളങ്ങുന്നു ചാർമിനാർ. ആ കാർത്തികേ. ആ എടാ ചെറിയൊരു സീനുണ്ട്. അയ്യോ എന്തേ നിങ്ങൾ വരില്ലേ? അതല്ല, ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ റൂംമേറ്റ് നിഹാരിക വരുന്നുണ്ട്. ആ അത്രേ ഉള്ളോ? അതിനെന്താ വന്നോട്ടെ. അതല്ലടാ, അവിടെ കപ്പിൾ എൻട്രി അല്ലേ, അപ്പൊ എന്ത് ചെയ്യും? ഒരാളും കൂടെ വേണ്ടേ? അയ്യോ അതിപ്പോ അന്ന് അമൽ ഡേവിസിന് 2 കാമുകിണ്ടെന്ന് പറഞ്ഞാലോ. അതൊന്നും ശരിയാവില്ല. നമ്മൾ ആദ്യം കൂട്ടിയാലോ ഒന്ന് ആലോചിക്കാം. അയ്യോ അയ്യോ ആദിച്ചേട്ടനൊക്കെ വെറുതെ എന്തിനാ ഇപ്പൊ ബുദ്ധിമുട്ടിപ്പിക്കുന്നതെന്ന് പറഞ്ഞ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അത് സാരമില്ല, ഞങ്ങൾ ഒരാളെയും കൂട്ടി വരാം. ഓക്കെ ശരി. എന്താടാ നിഹാരിക. ഏതാണിത്? ഈ പെണ്ണുമ്പിളക്കൊക്കെ വീട്ടിലിരുന്നാ പോരെ? ഇനി ഇവക്കൊരു മാപ്പിളനെ സെറ്റ് ചെയ്യണോല. വിശ്വസിക്കാൻ പറ്റുന്ന ആരെ വിളിക്കോടത് ഇപ്പോ? ഒരുത്തനുണ്ട്. ആര്? മേരിയനിയുടെ മോൻ തോമസ്. പക്ഷെ പബ്ബിലോട്ടാണെന്ന് പറഞ്ഞ അവൻ വരൂല. പിന്നെ എങ്ങോട്ടേക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് വരും. എടാ മോൻ ഇൻട്രോവേർട്ട് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, അവനാണ് ഇൻട്രോവേർട്ട്. നിനക്കൊന്നും അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാനുള്ള യോഗ്യത ഇല്ല. അത് ശരി. പബ്ബ് പോയിട്ട് പബ്ജി എന്താന്ന് പോലും അവൻ അറിയോന്ന് എനിക്ക് ഡൗട്ടാണ്. അവൻ വിളിച്ചാ വരൂ. വല്ല സയൻസ് എക്സിബിഷന്റെ മാത്ത് ഒളിമ്പ്യാഡെന്ന് വല്ലതും പറഞ്ഞ് വിളിക്ക. ആരുടെ ചാവടീന്ദ്രാണെന്നും പറഞ്ഞെങ്കിലും വിളിച്ച് വരുത്താവനാ. ഇതെന്താണിത്? ആള് കൂടിയില്ലേ, ഒരു എമർജൻസിക്ക് വേണ്ടി വെച്ചേർന്നാണ്. നീയൊക്കെ ഓരോന്ന് നിൽക്കുമ്പോ ആലോചിക്കണം. ഞാൻ അവിടെ എന്താണ് ഇല്ലേ? അതിലില്ല, തീർന്ന്. തോമസേ മോനെ എവിടാ? എടാ നിങ്ങൾ പറഞ്ഞ ആളെന്തേ? വരൂടാൻ വെയിറ്റ് ചെയ്. ബ്രോ റൈറ്റ് സേഫ്. ഓക്കെ സർ. ഹായ് ഡാമൽ. എടാ ഇത് സച്ചിന്റെ ഫ്രണ്ടാ. ഹായ് മച്ചാ. ഹായ് ബ്രോ. ഇതെല്ലാരും എന്റെ ഫ്രണ്ട്സാ. ഇതൊരു തോമസ്. ഇവിടെയാണോ ഒളിമ്പ്യാഡ് നടക്കണേ? അല്ല അത് ഇതിന്റെ അകത്ത്. ഇതെന്താ രാത്രി പരിപാടി വെച്ച? അത് അമേരിക്കൻ ടൈമിങ്ങാ. മാത്ത് ഒളിമ്പ്യാഡെന്ന് പറഞ്ഞിട്ട് ഇത് ബാറല്ലേ? യു ചീറ്റ്. എന്താണ്ട് നടക്കണം അങ്ങോട്ട്. ഇല്ലെങ്കിൽ പിടിച്ചിടിക്കും ഇടിക്കിഞ്ഞ് നടക്കും. തോമസ് എന്താ കാര്യമായിട്ട് എഴുതുന്നുണ്ടല്ലോ? Mind your business, lady. It's Pascal's triangle. It's the expansion of binomial theorem. എന്താ? ഒന്നുമില്ല. താങ്ക് യു. തോമസ് കഴിക്കൂലേ? അല്ല അവൻ അടിക്കില്ല. എന്റെ പൊന്നെ ഇങ്ങനൊന്നും അടിക്കല്ലേ, ഡേഞ്ചർ ആണ്. അല്ല എനിക്ക് ഇങ്ങനെയാ ശീലം. അയ്യോ പേടിക്കണ്ട കേട്ടോ, ഞാൻ അത്ര വലിയ കുടിയനൊന്നുമല്ല. എനിക്കെന്തിനു പേടി?
അതല്ലേ ബാ. അല്ല വരാം ഞങ്ങളൊന്ന് ഫിനിഷ് ചെയ്തിട്ട്. ഓ ഇതൊന്ന് നോക്കിയേക്കണേ. ഓ എടാ നീ അവള് പറഞ്ഞത് കേട്ടാ, ഞാൻ കുടിക്കുന്നതിലൊന്നും അവൾക്ക് വലിയ പ്രശ്നമില്ലാന്ന്. എടാ അതല്ല, നീ കുടിച്ച ചത്താലോക്ക് ഒരു തേങ്ങയില്ലാന്ന്, അതായത് നിന്നോട് അവൾക്ക് ഒന്നുമില്ലാന്ന്. അങ്ങനൊന്നും അല്ല അത്. നീ എന്തായാലും സംസാരിക്കാൻ സെറ്റ് ചെയ്ത ആംബിയൻസ് ഉള്ളാട്ടാ. ഇവിടെ ഇരുന്ന് മനസ്സമാധാനായിട്ട് എങ്ങനെ മിണ്ടോടാ? ഇവിടെ സമാധാനം ഉണ്ടാക്കാൻ വന്നല്ല, വൈബ് ചെയ്യാൻ വന്നല്ലേ. നീ വന്ന് നമുക്ക് അവരോടൊപ്പം ചില്ലിയ ബാ. എന്നെ കൊണ്ട് ഇതൊന്നും പറ്റൂല എന്ന് എനിക്ക് അറിയാൻ പാടില്ലേ? ഇതൊരുമാതിരി പുകയും സൗണ്ടും. എടാ സൗണ്ട് ഒന്ന് കുറച്ചൊക്കാൻ പറഞ്ഞ DJ മിണ്ടാണ്ടിരി എന്തൊന്നാണ് കാണിക്കണത്. വേറൊരു വഴിയുണ്ട്, നമുക്ക് കാർത്തിക അടുത്ത് നൈസായിട്ട് കാര്യം അവതരിപ്പിച്ചാലാ. കാർത്തികേ, എനിക്ക് റീനുനെ മതി. ഷെടാ എടാ, കാർത്തിക നമ്മുടെ കൂടെ ഉണ്ട്, പകുതി കാര്യങ്ങളും ഓക്കെയാണ്. അവള് നമ്മളെ ഹെൽപ്പ് ചെയ്യും, നല്ല കുട്ടിയാവള്. എടാ വാ. അവന്മാരെന്താ അവിടെ പതുങ്ങിയിരിക്കുന്നേ? ചെല് വരാൻ പറ. എടാ തേടിയവളി കാലി ചുറ്റി, ദേ അവള് വരണ്ട്. നിങ്ങൾ എന്താ അങ്ങോട്ട് വരാത്തെ? എന്താ വരാത്തെ? വാ. കാർത്തിക ഇവിടെ ഇരിക്കൂ കുറച്ചേരം. എന്താ? കാർത്തികയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയണ്ടേ? മനസ്സിലായി അമൽ ഡേവിസ്, ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ കമ്മിറ്റഡാണ്. അയിനി അതിനൊന്നുമില്ലേ? ഓ ഓ ഓ ഇട കാർത്തിക കമ്മിറ്റഡ് ആണ്. ബൈ കമ്മിറ്റഡ്. സി നോ വൺ കേഴ്സ്. പിന്നെ എന്താ തുറന്ന് സംസാരിക്കാനുള്ളത്? ഇവന്റെ ഒരു കേസാണ്. എന്ത്? ഇവന് റീനുവിനെ ഭയങ്കര ഇഷ്ടാണ്. അത് തുറന്നു പറയാൻ ഭയങ്കര മടി, മഹാനാണക്കാരനാ. കാർത്തികനോടാവുമ്പോ എല്ലാം പറയാലോ. ഇപ്പൊ സംഗതി നേരെ ഉൾട്ടയായല്ലോ. ഒന്നുമില്ല. ഇതിനാണോ ഇത്രയും ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് ഞങ്ങളെ പബ്ബിലോട്ടുണ്ടെന്നേ? ഇതവിടെ വെച്ചേ പറയായിരുന്നില്ലേ? അവിടെ വെച്ച് പറഞ്ഞിരുന്നെങ്കി അപ്പൊ തന്നെ അടിച്ചേരില്ലേ? നോ. സച്ചിൻ എന്നിട്ട് UK പോക്കൊക്കെ എന്തായി? അത് ഒരു തവണയും കൂടി അപ്ലൈ ചെയ്താൽ കിട്ടും. എന്റെ സച്ചിനെ, നിനക്ക് നാളെ എന്താന്നുള്ള പ്ലാനെങ്കിലും ഉണ്ടോ? 30 വയസ്സ് വരെയുള്ള പ്ലാൻ അവക്ക് ഇപ്പോഴേ ഉണ്ട്. കോളേജ് പഠിക്കുമ്പോ എന്തോ ബോയ് ഫ്രണ്ട് ഒക്കെ ഉണ്ടായിരുന്നു, അത് പൊട്ടിയതോടെ ഇനി നേരെ മാരേജ് വന്ന് നിർന്ന് നിൽക്കുക അവള്. അതും അവളെക്കാളും പ്രായവും പക്വതയും വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരാള്. നീ ആണെങ്കിൽ ഓരോരുത്തർ പറയുന്നിട്ട് UK പോകാൻ പ്ലാൻ ചെയ്യുന്നു, അത് കഴിഞ്ഞ് ചെന്നൈയിലോട്ട് പോകുന്നു, ആരോ പറയാനായിട്ട് ഗേറ്റ് കോച്ചിങ് കെട്ടിയെടുക്കുന്നു. നീ ആദ്യം നിന്റെ കരിയർ എന്താ തീരുമാനിക്കേ, എന്നിട്ട് പ്രേമിക്കാൻ നടക്ക്. ഇതൊന്നും പറയണ്ട, രണ്ടുപേരും ഞങ്ങൾ താമസിക്കുന്നതിന്റെ അപ്പുറത്ത് വന്ന് താമസിക്കാം. ഇതൊക്കെ സ്റ്റോക്കിംഗ് ആണ്. സ്റ്റോക്കിംഗ് എന്താണെന്നറിയോ സച്ചിന്? സ്റ്റോക്കിംഗ് എന്താന്ന് അറിയുകയും ചെയ്യും, അതിൽ പൈസ ഇട്ടിട്ടുണ്ട്, പൈസ പോയിട്ടുണ്ട്. ആ കേസ് വിട്. അത് സ്റ്റോക്ക് മാർക്കറ്റിംഗ്. സപ്പോസ് ഇനി അവൾ ആരെങ്കിലും ഡേറ്റ് ചെയ്യണമെന്ന് തന്നെ ഇരിക്കട്ടെ, അവളെക്കാൾ സ്മാർട്ട് ആയിട്ടുള്ള ഒരാളെ മാത്രമേ അവളെ ഡേറ്റ് ചെയ്യുള്ളൂ. നീ ഈ പറയണ കണ്ടീഷൻസ് ഒക്കെ ഒത്താണെങ്കിൽ ഒരാളെ എവിടെ നിന്ന് കിട്ടാനാണ്? അങ്ങനെ ഒരാൾ ഞങ്ങളുടെ ഓഫീസ് തന്നെ ഉണ്ടെങ്കിലോ? ആരായിരിക്കും? സി വിത്തിൻ 6 months അവര് നല്ലൊരു കപ്പിളാവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഇതൊക്കെ കേട്ടിട്ട് നിനക്ക് എന്താ തോന്നണേ? ഞാനിത് അവളുടെ അടുത്ത് സംസാരിക്കണോ? വേണ്ട അവളോട് പറയണ്ട. സോറി. അമൽ, ഗെറ്റ് എ ലൈഫ് മാൻ. നീ ഒരു 2 ബിയർ കൂടി പറ. എടാ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മുതലെന്തേ? തോമസേ, മോനെ തോമസേ. എന്റെ സച്ചിനെ, നിനക്ക് നാളെ എന്താന്നുള്ള പ്ലാനെങ്കിലും ഉണ്ടോ? എടാ നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമോടാ നാറി? ഞാൻ തൂറി എറിയും നിന്നെ.
ഈ സ്വർഗരാജ് ഇവിടെ ഉണ്ടെന്ന് എന്തുകൊണ്ട് നീ പറഞ്ഞില്ല? വേഷം കിട്ടിയാലോ അടിച്ചെന്നിട്ട് ഷേപ്പ് ചെയ്യാൻ പറ്റും. വന്ന് നീ ഹരികെ താനിവന് ഡ്രിങ്ക്സ് കൊടുത്തല്ലേ? എക്സ്ക്യൂസ് മീ. എടോ ഇവന് ഒന്നും അടിച്ച് ശീലൂല. മേരി ആന്റി തന്നെ കൊല്ലും. ഹായ്. അടങ്ങി നിന്നോളണം. മനുഷ്യരെ നാണം കെടുത്താനായിട്ട്. നീ സച്ചിനെ നോക്കിക്കേ, അവൻ തകർന്നിരിക്കാണ്. എന്നിട്ട് എന്ത് കൂളായിട്ടാണ് അവൻ കാര്യം. സച്ചിനവിടെ? സച്ചിനെന്തേ? സച്ചിനെ മോനെ. ഞാനും ജയനും തമ്മിലുള്ള റിലേഷൻഷിപ്പിലാണ്. എന്റെ സച്ചിനെ, നിനക്ക് നാളെ എന്താന്നുള്ള പ്ലാനെങ്കിലും ഉണ്ടോ? ഞാനങ്ങനെ കണ്ടിട്ടില്ല സച്ചിനെ. അപ്പൊ തന്നെ അടിച്ചേരല്ലേ? നോ.